പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങേക്ക് മഹത്വം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്നു കൊണ്ട്, ശാലോം വിഷൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വചനത്തിനായി ദാഹിക്കുന്ന മക്കൾക്കായി ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് സംസാരിക്കുകയാണ്. പ്രാർത്ഥനയോടെ, ധ്യാനത്തോടെ, ഏകാഗ്രതയോടെ നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ദൈവമായ കർത്താവ് നമ്മുടെ ധ്യാനത്തിനും പരിചിന്തനത്തിനും ആലോചനയ്ക്കുമൊക്കെയായി തരുന്ന വിഷയം പ്രസാദകരമായ ജീവിതം എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചരിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ധാരാളം മക്കളെയും രക്തസാക്ഷികളെയും വിശുദ്ധന്മാരെയും ദീർഘദർശികളെയും നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മനോഹരമായ ഒരു സുവിശേഷ ഭാഗ്യമുണ്ട്. കർത്താവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ് അവിടെ പരാമർശം ചെയ്യുന്നത്. യേശു തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രസാദം നിറഞ്ഞ 3 മക്കളെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് താബോർ മലയിൽ പോയി. അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ മുഖം തേജോമയമായി. ഉന്നതത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് അവിടെ നിറഞ്ഞു നിന്നു. ദൈവിക സാന്നിധ്യം നിറഞ്ഞു നിന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഈ കൊച്ചു ദൈവവചനമാണ് നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ പറയുന്നതും ചെയ്യുന്നതും വിശ്വസിക്കാൻ കഴിവുള്ളവരാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവർ. വചനം നമ്മെ ഓർമ്മപ്പെടുത്തി തരുന്നു, പിതാവായ ദൈവത്തെയും അവിടെ നിന്ന് അയച്ച യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ഈ പ്രസാദകരമായ ജീവിതത്തിനായി ദൈവമായ കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ്. ദൈവം പറയുന്നത് മുഴുവൻ വിശ്വസിക്കാൻ, അത് ഹൃദയത്തിൽ ഏറ്റെടുക്കാൻ, യേശുവിനെ പ്രതി അത് കൊണ്ടു നടക്കാൻ ഇന്ന് ദൈവമായ കർത്താവ് നമുക്കതിന് അനുഗ്രഹം തരികയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രസാദകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി തരികയാണ്, നിത്യതയുടെ വെളിച്ചത്തിൽ ചിന്തിക്കുവാനും നിത്യതയുടെ വെളിച്ചത്തിൽ തീരുമാനമെടുക്കാനും നിത്യതയുടെ വെളിച്ചത്തിൽ അത് പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ഒരു കൃപയാണ് പ്രസാദകരമായ ജീവിതം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, വചനം പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ, ഇന്ന് പ്രത്യക്ഷപ്പെടുകയും നാളെ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞിന് സദൃശമാണ് ഈ മനുഷ്യ ജീവിതം. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ച്, മനുഷ്യ ആത്മാക്കളെ സ്നേഹിച്ച്, മനുഷ്യൻ ആത്മാവിശുദ്ധീകരണത്തിനായി യത്നിക്കുന്ന ഓരോ വ്യക്തിയും പ്രസാദകരമായ ജീവിതം നയിക്കുന്നവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒട്ടനവധി മക്കളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ധ്യാനമന്ദിരങ്ങളിലും ഇടവക ദൈവാലയങ്ങളിലും രൂപതകളിലും മീഡിയ പ്രവർത്തനങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. സങ്കീർത്തകനായിരിക്കുന്ന ദാവീദ് 51-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ.
പ്രസാദകരമായ ജീവിതം നയിക്കണമെങ്കിൽ നൈർമല്യമുള്ളൊരു ഹൃദയം വേണം. അചഞ്ചലമായ ഒരു നവചൈതന്യം കൊണ്ട് നമ്മൾ മൂവ് ചെയ്യപ്പെടണം, നമ്മൾ മുന്നോട്ട് നീങ്ങപ്പെടണം. എന്തുമാത്രം നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കുന്നുവോ, എന്തുമാത്രം തീഷ്ണതയോടെ അഭിഷേകത്തോടെ ഒരു ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നുവോ, അവരിലാണ് പ്രസാദകരമായ ജീവിതം ഉണ്ടാകുന്നത്. അവരാണ് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നത്. ഈശോ വചനത്തിലൂടെ പറയുകയാണ്, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് പ്രസാദകരമായ ജീവിതം നയിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി, ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന സുഖങ്ങൾക്ക് വേണ്ടി, സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരല്ല ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു, വിസ്തൃതമായ മാർഗം നിന്റെ കൺമുമ്പിൽ ഉണ്ടായിട്ടും ഇടുങ്ങിയ വഴിയൂടെ പോകുന്നവരാണ് പ്രസാദകരമായ ജീവിതം നയിക്കുന്നത്. എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളിലൂടെ, എല്ലാവിധ സുഖഭോഗങ്ങളിൽ നടക്കാൻ കഴിയാമായിരുന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാൻ ആരൊക്കെ തയ്യാറാകുന്നുവോ അവരാണ് പ്രസാദകരമായ ജീവിതം നയിക്കുന്നത്. വചനം പഠിപ്പിച്ചു തരുന്നില്ലേ, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ദൈവത്തെ മാത്രമല്ല, മനുഷ്യനെ ആണെങ്കിലും, ഒരു ഭാര്യാഭർത്തൃ ജീവിതത്തിലാണെങ്കിലും, അധികാരികളും അധീനരും തമ്മിലുള്ള ജീവിതത്തിലാണെങ്കിലും പ്രസാദകരമായ ജീവിതം നയിക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മും അതിൻ്റെ വേരും അതിൻ്റെ പൂവും കായും ഒക്കെ വിശ്വാസമാണത്. വിശ്വാസം ചെയ്യിക്കുമ്പോൾ പാപം പെരുകുന്നു. ഒരു ഹൃദയത്തിൽ, ഒരു കുടുംബത്തിൽ വിശ്വാസം വളരുമ്പോൾ മനുഷ്യ ബുദ്ധിക്ക് അതീതമായ മഹത്തായ കാര്യങ്ങൾ അവിടെ നടക്കുകയാണ്. ഞാൻ അനുസ്മരിക്കുകയാണ്, ആഴ്ചകൾക്ക് മുമ്പ് ജെറുസലം വചന കൂടാരത്തിൽ സാക്ഷ്യം നൽകിയ ലിൻസിയുടെയും ഷാജുവിൻ്റെയും മകൾ, 4.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈവ മരിയ. നല്ല ക്യൂട്ടായിരിക്കുന്നൊരു കുഞ്ഞാണത്. അപ്പനെ അമ്മയെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്. അവൾ കൂടെ കൂടെ പറയുമായിരുന്നു, വയറുവേദനിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകും, ഗ്യാസിൻ്റെ ഗുളിക കൊടുക്കും. പ്രിയപ്പെട്ടവരെ, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് വേദന കൂടി. അങ്ങനെ ഡോക്ടർ കൊണ്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ, സ്കാൻ എടുക്കാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അപ്പൻഡിക്സ് വളർന്നത് പൊട്ടി. വളരെ ഡേഞ്ചറായിരിക്കുന്ന അവസ്ഥയാണെന്ന് നമുക്കറിയാം. പക്ഷെ കുഞ്ഞിന് അതിൻ്റെതായ വേദന ഒന്നും അറിയുന്നില്ല. തൃശ്ശൂരുള്ള മെഡിക്കൽ ആശുപത്രിയിൽ അവളെ അഡ്മിറ്റ് ചെയ്തു. അവിടെ ആയിരിക്കുമ്പോഴാണ് അവളുടെ അപ്പച്ചനും വീട്ടുകാരും ജെറുസലം വചന കൂടാരത്തിൽ എന്നെ കാണുവാൻ വരികയുണ്ടായി. അവൾ പറഞ്ഞു, അച്ഛൻ എങ്ങനെയും അവിടേക്കൊന്ന് വരണം, ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവിടെ പോകണം. ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് ശേഷം ഈവ മരിയെ കാണുവാനായിട്ട് തൃശ്ശൂരുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകുകയാണ്. അവിടെ ചെന്നു. വളരെ ശാന്തമായി കുഞ്ഞ് കിടക്കുന്നുണ്ട്. ഡോക്ടർമാരോടും നഴ്സുമാരോടും പറഞ്ഞപ്പോൾ വയറ് ഗ്യാസുണ്ട്, അതോടൊപ്പം അതിൻ്റെ പഴുപ്പ് നിറഞ്ഞിരിക്കുകയാണ്, അത് പോകണം, എന്നാലാണ് സൗഖ്യമുണ്ടാകുക. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കടന്നു. അവിടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയെ ഞാൻ കണ്ടു. ഞാൻ കുഞ്ഞിനോട് ചോദിച്ചു, മോളെ നിനക്ക് വേദനയുണ്ടോ? അവൾ പറഞ്ഞു, വേദനയില്ല അച്ഛോ. വയറ്റിലോ? വേദനയില്ല. എങ്ങനെയാണ് ഒരു കുഞ്ഞ് ഇത്ര മൗനമായി സഹിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കുറച്ചു നേരം ഞങ്ങളോട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുവേ, എന്നിലും എൻ്റെ രോഗപീഡയിലും വന്ന് നിറയണമേ.
പൂർണ്ണമായി സുഖപ്പെടുത്തണമേ എന്ന് എഴുതി കടലാസിൽ കൊടുത്തുകൊണ്ട് അമ്മ മകൾക്ക് ചൊല്ലിക്കൊടുക്കും. അവൾ ചൊല്ലും. എല്ലാ ദിവസവും ജെറൂസലം വചന കൂടാരത്തിൽ നിന്ന് 9:30 മണിക്ക് ഒരു ഫോണിംഗ് മിനിസ്ട്രി ഉണ്ട്. ചിലവർക്കത് അറിയാം, ചിലർക്ക് അറിയില്ലായിരിക്കാം. ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് മുതൽ 3 ദിവസം ഈ ഫോണിംഗ് മിനിസ്ട്രിയിലൂടെ നടത്തുന്ന പ്രാർത്ഥനയിൽ സംബന്ധിക്കണമെന്ന്. രാത്രിയിൽ 9:30 മണിക്ക് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. 7 മിനിറ്റ് മാത്രമുള്ള പ്രാർത്ഥനയാണ്. അവർ പറഞ്ഞു, സമ്മതിച്ചു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥന എഴുതി കൊടുത്ത് യാത്രയായി. ഇവിടെ വന്നു. അന്ന് വൈകിട്ട് 9:30 മണിക്കുള്ള പ്രാർത്ഥന സമയമായി. ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതറിയാത്തവരുണ്ടെങ്കിൽ ഇതിൽ സംബന്ധിക്കാനായിട്ട് ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. 9:30 മണി കഴിഞ്ഞു. പ്രാർത്ഥനയിൽ സംബന്ധിച്ച് അവർ മാതാവിനോട് പ്രാർത്ഥിച്ച് കിടക്കുകയാണ്. 10 മണിയായപ്പോൾ അത്ഭുതകരമായ വിധത്തിൽ വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുകയും പഴുപ്പ് ഒഴുകുകയും ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു, ഇതെങ്ങനെയാണ് നടന്നത്? ഇതെന്താ അത്ഭുതം? അവൾ ഡോക്ടറോട് പറഞ്ഞു എത്രേ, ഒരു ഫാദർ തന്ന പ്രാർത്ഥന, ദിവ്യവൈദ്യനും ഔഷധവുമായ യേശുവേ, എന്നിൽ വന്ന് നിറയണമേ, എന്നെ രോഗപീഠയിൽ വന്ന് നിറയണമേ, പൂർണ്ണമായി സുഖപ്പെടുത്തണമേ. ഇത് ഒരു സുഹൃത ജപം പോലെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവരോട് പോരുമ്പോൾ പറഞ്ഞിരുന്നു, സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മത്തിരുന്നാളാണ്. മാതാവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഇവ മരിയ നീ ഡിസ്ചാർജ് ചെയ്യും. കൃത്യം അതുപോലെ നടന്നത്. സെപ്റ്റംബർ 7 ഡിസ്ചാർജ് ചെയ്ത് സെപ്റ്റംബർ 8 ജെറൂസലമിൽ നടക്കുന്ന മാതാവിൻ്റെ പ്രത്യേകമായ കോടിയർച്ചയിൽ പങ്കെടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് അവർ പോയി. പ്രിയപ്പെട്ടവരെ, അവൾ കണ്ണുനീരോടെ പറയുകയായിരുന്നു, ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ ഒരവസ്ഥയിലാണ് ഞങ്ങളിവിടെ വന്നത്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു സഹനം വരുമ്പോൾ എങ്ങനെയാണ് സഹിക്കുന്നത്? ഒരു പരാജയം നേരിടുമ്പോൾ എങ്ങനെയാണ് ആ പരാജയത്തെ നേരിടുന്നത്? നീ തോറ്റുകൊടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ, വിട്ടുകൊടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ, അഭിപ്രായ ഭിന്നതകൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിത്തീരുമ്പോൾ നീ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കുന്നത്? അനുകൂലമോ പ്രതികൂലവുമായ സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ എന്ന് പറയുന്നത്. പ്രസാദകരമായ ജീവിതം എന്ന് പറയുന്നത് അനുകൂലമായ സാഹചര്യങ്ങളിലും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അടിയറവ് പറഞ്ഞുകൊണ്ട് ഇതാ കർത്താവിൻ്റെ ദാസൻ, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാനായിട്ട്, ദൈവം പറയുന്നത് മുഴുവനായിട്ട് അനുസരിക്കാൻ തയ്യാറാകുമ്പോഴാണ് ഒരു പ്രസാദകരമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ പരിമളങ്ങളായി ദൈവത്തിൻ്റെ സാക്ഷ്യങ്ങളായി തീരുന്നവരാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർ. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ പരിമളങ്ങളായി യേശുവിൻ്റെ സാക്ഷികളായി ജീവിക്കുന്നവർ. നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധയായിരിക്കുന്ന വിശുദ്ധ ഫൗസ്റ്റീന വളരെ കാലം രോഗിണിയായ അവളാണ്. അവിടെ കൂട്ടുകാർ പോലും പറയുമായിരുന്നു, ഇത് വെറും തട്ടിപ്പ, കാപട്യമാണ്, ഇതൊക്കെ ഒരു നാടകമല്ലടി എന്ന് ഫൗസ്റ്റീനോട് പറയാറുണ്ട്. അത്രേ, ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഇത് ഒരു പിശാച് ബാധിതയെ പോലെയാണല്ലോ. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും മനസ്സിൽ സങ്കടവും വിഷമമൊക്കെ ഉണ്ടാകില്ലേ? ആ വിശുദ്ധയിൽ നിന്നാണ് ലോകത്തിന് മുഴുവനായിട്ടുള്ള കരുണയുടെ പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് വരം കിട്ടിയത്. അവൾ ദൈവത്തെ സ്നേഹിച്ചു, അവൾ യേശുവിനെ അനുസരിച്ചു,
അവൾ യേശുവിൻ്റെ പരിമളമായി, അവൾ യേശുവിൻ്റെ സാക്ഷിയായി തീർന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം ഇതിനകത്ത് വിവാഹിതർ, അവിവാഹിതർ, ഏകസ്ഥർ, വയോവൃദ്ധർ, പലവിധ ജോലികളിൽ വ്യാപൃതമാകുന്നവർ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുണ്ട്. നിന്റെ ദൈവത്തിൻ്റെ ദൈവവിളി എന്താണെന്ന് നീ തിരിച്ചറിയണം. എന്നിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. എൻ്റെ ജീവിതത്തിന്, എൻ്റെ രോഗത്തിന്, എൻ്റെ സങ്കടത്തിന്, എൻ്റെ അപമാനത്തിന്, എൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് അർത്ഥവും ലക്ഷ്യവുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ്, ഈ ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നവരാണ് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവർ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ലൗകിക സമ്പത്തിനേക്കാൾ ഉപരിയായി ദൈവിക സമ്പത്ത് നേടാൻ നിങ്ങൾ പരിശ്രമിക്കുവിൻ. ലോകത്തിന്റെ സംരക്ഷണത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സംരക്ഷണത്തിനായി പ്രഥമമായ സ്ഥാനം കൊടുക്കുവിൻ. ലോകത്തിന്റെ സൗഹൃദത്തെക്കാൾ ഉപരിയായി ദൈവത്തിന്റെ സൗഹൃദത്തിനായി നിങ്ങൾ അക്ഷീണം വ്യക്തിക്കുവിൻ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് പ്രഥമമായ സ്ഥാനം, പ്രയോറിറ്റി ദൈവത്തിന് കൊടുക്കുന്നവരാണ് പ്രസാദകരമായ ജീവിതം നയിക്കുന്നവർ എന്ന് നിങ്ങളോട് ഞാൻ വെളിപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രസാദകരമായ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ യേശുവിനെ സ്നേഹിക്കാൻ, യേശുവിൻ്റെ സാക്ഷികളായി തീരുവാനായിട്ട് സാധിക്കുക. ഇന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണം, ഞാൻ ഏതിൻ്റെ പിറകെയാണ് ഓടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ സമയം കൂടുതൽ ചെലവഴിക്കുന്നത്? ആരുടെ കൂടെയാണ് കൂടുതൽ സമയങ്ങൾ ചെലവഴിക്കുന്നത്? ലൗകികമായ സമ്പത്തിനേക്കാൾ ഉപരിയായി ദൈവിക സമ്പത്ത് നേടുവാൻ എത്ര സമയം, എത്ര ആരോഗ്യം, എത്ര പണം നീ ചെലവഴിക്കുന്നുണ്ട്? ലൗകികമായ ലോകത്തിൻ്റെതായ സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങളാണ് നിന്റെ മുറിയിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ സ്ഥാപനത്തിൽ നീ ഒരുക്കി വച്ചിരിക്കുന്നത്? എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നീ എന്ത് ചെയ്യും? നാളെ മുതൽ എന്ത് ചെയ്യും? തീരുമാനിക്കണം പ്രിയപ്പെട്ടവരെ. ലോകത്തിൻ്റെ സൗഹൃദത്തിന് വേണ്ടി ഡ്രസ് കോഡിലും സംസാരത്തിലും പ്രവർത്തനത്തിലുമൊക്കെ എത്രയോ വ്യത്യാസങ്ങളാണ് നമ്മൾ വരുത്തുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സൗഹൃദം നേടുവാൻ വേണ്ടി നീ എന്തെല്ലാം കാര്യങ്ങൾ എടുക്കുന്നു, ഏതെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നു? ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനമുണ്ടാകട്ടെ. വിശുദ്ധർ തങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളും ക്ലേശങ്ങളും ഉണ്ടായപ്പോഴും അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ദാരിദ്ര്യവും ദുഃഖവും ഉണ്ടായപ്പോഴും അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചു. വലിയ വലിയ പ്രവർത്തികളൊന്നും ചെയ്തില്ല എങ്കിലും ഓരോ ചെറിയ പ്രവർത്തികളിലും അവർ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു, സംശയിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു. എന്നിട്ടും അവർ സഭ വിട്ടുപോയില്ല, സഭാ ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയില്ല. ദൈവമെല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുമെന്ന ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർ അവരുടെ ജീവിതത്തെ അവർ ക്രമീകരിച്ചു. പ്രസാദകരമായ ജീവിതത്തിനായി തങ്ങളെ തന്നെ വിട്ടുകൊടുത്തു. ഉന്നത ബിരുദത്തിൽ ഇരിക്കുന്നവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. ഉന്നതമായ ജോലി നിരക്കുള്ളവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. വലിയ ശമ്പള നിരക്ക് വാങ്ങുന്നവർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, പദവികളോ ശമ്പള നിരക്കുകളോ ഇതൊന്നും ഇതിന് പ്രധാനപ്പെട്ടതല്ല. നിന്റെ മനസ്സ്, നിന്റെ ഹൃദയം നീ കർത്താവിന് കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈശോ നമ്മോട് ഓരോരുത്തരും പറയുന്നുണ്ട്, രാജാവിനും ഭിക്ഷക്കാരനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. ഉടമയ്ക്കും അടിമയ്ക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. ഡോക്ടറിനും രോഗിക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. ധനവാനും ദരിദ്രനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. വെളുത്തവനും കറുത്തവനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. പണ്ഡിതനും പാമരനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. നിന്റെ ഹൃദയം എപ്പോഴും
ദൈവത്തെ തേടുന്നതായിരിക്കട്ടെ. ഒരേ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുക, അരിച്ച് സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകണം. ദൈവത്തിന് അഹിതകരമായത് അരിച്ചു കളയാനും ദൈവത്തിന് ഹിതകരമായത് അരിച്ച് സ്വീകരിക്കുവാനും നമ്മൾ തയ്യാറാകണം. നമുക്ക് കരങ്ങൾ കൂപ്പാം. ദിവ്യ ഈശോയെ, നിത്യജീവിതത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ വഴിതെറ്റിക്കുന്ന അന്ധകാര ശക്തികളെയും അതിൻ്റെ എല്ലാവിധത്തിലുള്ള പ്രവണതകളെയും തിരിച്ചറിയുവാനുള്ള വിവേകശക്തി ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവർക്കും നൽകണമേ. ആകർഷവും ആസ്വാദ്യവുമായ സകലതും ഉച്ഛിഷ്ടം പോലെ വലിച്ചെറിയുവാനും നിത്യവും അനശ്വരവുമായ അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും വരവും നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.